ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസ്യൂബൈദ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ അയക്കണം ഇവിടെ റസലീമയിൽ വന്നതിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് അങ്ങനെ ആകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് ഇപ്പോൾ വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ തണുപ്പായ കാരണം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് കുടിക്കുക. പിന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബദാമാണ് കഴിച്ചത്. ഡെയിലി 5 ബദാം വെച്ചിട്ട് രാവിലെ കഴിക്കും കേട്ടോ. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും ഇതൊക്കെ പുതപ്പും എല്ലതും ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ ഞാൻ എണീറ്റ് പോകുമ്പോൾ ഇക്ക അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇക്ക ഇപ്പോൾ എണീറ്റ് ഇപ്പോൾ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഷോപ്പിലേക്ക് പോയിട്ടോ. ഇപ്പം ഞാൻ വന്ന് ഇതൊക്കെ എല്ലതൊന്ന് റെഡിയാക്കി ഇടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കൊന്ന് നല്ല നീറ്റാക്കിയിട്ട് അതന്നെ ഞാൻ റൂമിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ആണല്ലോ അല്ലേ. ഞാൻ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കണ അന്നൊന്നും ഉണ്ട് തണുപ്പ്, എന്നാലും അത്ര അങ്ങോട്ടില്ല. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഭയങ്കര ന്യൂസിലും ഇതിലൊക്കെ UAE തണുത്ത് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ബെഡ്ഷീറ്റ് ആ തലക്കിലേക്ക് എനിക്ക് അങ്ങോട്ട് എത്തൂല. അപ്പോൾ ഞാൻ അതിൽ കയറി അങ്ങനെ പോയിട്ടാണ് ആ ലാസ്റ്റ് ഭാഗമൊക്കെ അങ്ങനെ റെഡിയാക്കാം. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ പുതപ്പൊക്കെ ഞാനിതാ ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി. ഇപ്പോൾ ഇതാ വിക്സൊക്കെ കിടക്കുന്ന ടൈമിൽ ഇതൊക്കെ വേണം കേട്ടോ. ഇപ്പോൾ ഈ തണുപ്പായതിന് ശേഷം ചിലപ്പോൾ തൊണ്ടൊക്കെ ഒരു കിച്ച് കിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വിക്സൊക്കെ ഒന്ന് തേച്ചിട്ടാണ് അങ്ങനെ കിടക്കുക. അപ്പോൾ വിക്സും ഇതൊക്കെ ഞാനൊക്കെ അവിടെ നിന്ന് എല്ലാം മാറ്റി വെക്കണം. പിന്നെ കുറച്ച് അലക്കിയത് ഉണ്ടായിരുന്നു, കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് മടക്കി ഞാൻ അലമാറയിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു കട്ടിൽ ആ ഒരു ബെഡ്ഷീറ്റും അതൊക്കെ ഒന്ന് നല്ല പോലെ നീറ്റാക്കിയിട്ട് പിന്നെ അവിടുന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ ഇക്ക അങ്ങനെ പോകുമ്പോൾ മുണ്ടും ഇതൊക്കെ അങ്ങനെ അവിടെ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മടക്കി വെച്ച് പിന്നെ ഞാൻ സോക്സ് ഇട്ടിട്ടാണ് രാത്രി അങ്ങനെ കിടക്കുക. രാത്രി എന്നല്ല പകലൊക്കെ സോക്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ സോഫയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കിച്ചണിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ച് സോഫേൻ്റെ പില്ലോ ഒക്കെ ഒന്ന് നല്ല റെഡിയാക്കിയിട്ട് അപ്പോൾ ഒക്കെ എല്ലാം ചെയ്തപ്പോൾ അപ്പോൾ തന്നെ നല്ലൊരു സമാധാനമായിട്ടാണ്. അതിന് പിന്നെ അപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. പിന്നെ ഞാനവിടെ ടേബിൾമേ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ ഞാൻ തലേ ദിവസം മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈലാഞ്ചി ഇട്ടതിൻ്റെ കോണും കാര്യങ്ങളും ഒഴിവായതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് എടുത്തൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ടേബിളൊക്കെ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ അതാ കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മുട്ട റോസ്റ്റും പിന്നെ ഇടിയപ്പം ഇരുന്നിട്ട് ഇടിയപ്പം നമ്മൾ നൂൽപുട്ട് എന്നാണ് പറയുക. അപ്പോൾ അതും ചായയൊക്കെ കൂടി അങ്ങനെ കഴിച്ച് പിന്നെ അതാ ചോറ് വെക്കണം. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഒന്ന് അങ്ങനെ കുതിർന്നതിന് ശേഷമാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്നപാട് അപ്പം തന്നെ വെള്ളത്തിൽ അരി ഇട്ട് വെക്കും. എന്നിട്ടാണ് പിന്നെ കുക്കറിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് വേവിക്കുള്ളൂ. പിന്നെ ഒരു 3 വിസിലടിച്ചാൽ തന്നെ പിന്നെ നമ്മൾ അവിടെ അങ്ങനെ ഓഫാക്കിയിട്ടാൽ ചോറ് നല്ല പോലെ വെന്ത് കിട്ടും. പിന്നെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾക്ക് ചോറ് അങ്ങനെ ഊറ്റിയെടുത്താൽ മതി. പിന്നെ ജയ റൈസാണ് കേട്ടോ, നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അതാ ഞാനങ്ങനെ കുക്കറൊക്കെ അരിയൊക്കെ ഇട്ട് മൂടി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഇത് സ്റ്റൗവിനൊക്കെ ഭയങ്കര നല്ല തീ നല്ല കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാതും വേഗം ആയിക്കോട്ടെ. നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല ചെറുതായിട്ടല്ലേ കത്തുള്ളൂ. അപ്പോൾ ഇതങ്ങനെ ഇവിടുത്തെ ഒന്നും അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എന്തുണ്ടെങ്കിലും വേഗം തന്നെ റെഡി ആയി കിട്ടും. 3 തേങ്ങ ഉണ്ട്, ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് പൊട്ടിച്ച് ചിരകാനുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. തേങ്ങ തീർന്നു പോയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ജോലികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇതൊരു രസമാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി കാണുമ്പോൾ നമ്മളെ പച്ചക്കറിയും അതുപോലെ ഞാനവിടെ ആ വെള്ള ബക്കറ്റ് കുറേ ഇരിക്കണം. അതിൽ 10 മണിയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലതും ഇങ്ങനെ റെഡിയായി വരുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ അടുത്ത് ഞാൻ വന്നതിന് ശേഷം കിട്ടിയിട്ട് അങ്ങനെ നട്ടതാണ്. അപ്പോൾ ഒക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ പച്ചക്കറി ഇതൊക്കെ നോക്കും. അപ്പോൾ അതാ കയ്പക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കയ്പൊക്കെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മുളകും ഇതൊക്കെ തേച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഒട്ടും കയ്പുണ്ടാവില്ല. എന്താണെന്ന് അറിയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നമ്മളെ നാരങ്ങ മരത്തിലൊക്കെ കുറേ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ്. ഇത്രയൊന്നുമല്ല, ഇതിലും ഉണ്ടാകും. ഇപ്പോൾ ഇങ്ങനെ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അന്ന് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ അടുത്ത സീസണിൽ ഇങ്ങനെ പൂവിട്ടിട്ട് അങ്ങനെ കുറേ ഉണ്ടാകും.
ഇതാ നമ്മളെ മുരിങ്ങമരത്തിലും നല്ലപോലെ ഇങ്ങനെ പൂവൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ചിരങ്ങേൻ്റെയൊക്കെ വള്ളിയുണ്ട്, ചിരങ്ങ മത്തൻ്റെയൊക്കെ വള്ളിയാണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് എല്ലാം ഒന്ന് പോയി നോക്കി വന്നതിന് ശേഷം ഞാനിതാ തേങ്ങ ചിരകുകയാണ്. അപ്പോൾ തേങ്ങ ചിരകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തേങ്ങ ഇങ്ങനെ ഉടക്കലുണ്ടല്ലോ, പൊട്ടിക്കുക, അതെന്താണോ എനിക്ക് ഭയങ്കര മടിയെന്നല്ല, എൻ്റെ കൈ നല്ല വേദനിക്കും കേട്ടോ. അങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനവിടെ വീട്ടിലാകുമ്പോൾ അനിയത്തിമാർ അവരാരെക്കൊണ്ടെങ്കിലൊക്കെയാണ് എന്നിട്ട് അതിങ്ങനെ ചെയ്യിക്കൽ. പിന്നെ ഒറ്റയ്ക്ക് അതിന് ശേഷം പിന്നെ ഞാൻ തന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞാൻ തന്നെ അത് തേങ്ങ എത്ര പൊട്ടിച്ചിട്ടും അങ്ങനെ പൊട്ടണുണ്ടായിരുന്നില്ല. എന്നെ ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച്, അങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്യുക. അപ്പോൾ പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ പൊട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ എല്ലാതും ഇങ്ങനെ ചിരകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിരവ നല്ല സുഖമാണ് കേട്ടോ. തേങ്ങ ചിരവാൻ പെട്ടെന്ന് തന്നെ വേഗം ആയി കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഉണ്ടായതായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇവിടുത്തെ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ വന്നു ഇതുപോലെ തേങ്ങ ചിരവാൻ ഇതുപോലെ അടുത്തുള്ളവരൊക്കെ എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇതൊന്ന് ചിരകി തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചിരകി കൊടുക്കാറുണ്ടായിരുന്നു. എന്നതാ ഞാൻ 3 തേങ്ങ ചിരകി. അപ്പോൾ 3 തേങ്ങ ചിരകിയപ്പോൾ കുറേ തേങ്ങ ഉണ്ട് കേട്ടോ. നമ്മളിത് ബോക്സിൽ ചിരകിയ തേങ്ങ വാങ്ങാം, പക്ഷേ ഇത്രയൊന്നും തേങ്ങ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ തേങ്ങ വെച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ചിരകി അങ്ങനെ എടുക്കുക. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുക, ചിരകിയാണ്ട് വെച്ചാൽ പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒരു ബോക്സിലാക്കി, പിന്നെ അത് അടുത്ത ബോക്സിലും കൂടി അങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ബോക്സിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനാണ്. അപ്പം പുട്ടൊക്കെ നമ്മളിത് കുറച്ച് പുറത്ത് വെക്കണം, എന്നിട്ടല്ലേ നമ്മളത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി എല്ലാതും കൂടി കുറേ ഉള്ളത് അങ്ങനെ ഒരുമിച്ച് പുറത്ത് വെക്കണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഒരു ചെറുതിലും കൂടി അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ ചെറുതിലും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഫ്രീസറിൽ അങ്ങനെ വെച്ച് പിന്നെ ബാക്കി ജോലികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. പിന്നെ മത്തിയും അയിലൊക്കെയാണ് മീനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില കറി വെക്കാം, അയില തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്ക. അപ്പോൾ ഞാൻ അയില കറി വെക്കാനുള്ളതൊക്കെ തേങ്ങ ഒക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ പച്ചമുളക്, കറിവേപ്പില. ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെച്ച് ഒരു പേപ്പറും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് വരില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും, സ്മെല്ലും പോകില്ല. അപ്പോൾ പച്ചമുളകും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇതാ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതാ തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്ത്, അപ്പോൾ അതുകൂടി ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താണ് നോമ്പൊക്കെ ആവാറായല്ലോ അല്ലേ? എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ തുടങ്ങിയോ കഴിഞ്ഞോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നനച്ചുള്ളി പണീൻ്റെയൊക്കെ നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തീർക്കാമെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ആ വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പം കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം, ചിലർ തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങി പകുതി ആക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും കഴിഞ്ഞ് തുടങ്ങിയിരിക്കണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്നേ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും കുറച്ച് വൈകിട്ട് ചെയ്യാമെന്നുള്ളതിലാണ്. പിന്നെ ഇപ്പോൾ ഈ മീറാജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വറാത്താകുമ്പോഴത്തേന് നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളും എല്ലാതും തീർക്കുമല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് ഞാനവിടെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ കറി ഞാൻ സ്റ്റൗവിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കാണ്ട്. അപ്പോൾ കറിയൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് തന്നെ മീനും പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാമല്ലോ. അപ്പോൾ മത്തിയും അയിലൊക്കെയാണ്, അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള മീനല്ലല്ലോ, ചെറിയ മീനൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് മുറിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ കഴിയുന്നത്. വലിയ അയിലൊക്കെയാണ്, മത്തിയും തന്നെ നല്ല വലിയ മത്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മത്തി പൊരിക്കാം, അയില കറിയൊക്കെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഇതുപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്താത്താക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയ വരുമാനം കിട്ടിയ ഞങ്ങളോട് പറയണ്ടേ, സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനത് നാട്ടിൽ നിന്ന് വരുന്ന മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ലുട്ടാപ്പി എന്നാണ് അവളെ അക്കൗണ്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവളിത് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. എനിക്ക് ഒരു തവണ കിട്ടി, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഭയങ്കര സന്തോഷം. കാരണം കുറേ പരിഹാസങ്ങളും
നല്ലതും കേട്ടിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പ്രതിഫലം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരിക്കലെങ്കിലും കിട്ടിയല്ലോ ഒരു സമാധാനമായി. അപ്പോൾ പിന്നെ നമ്മൾക്കിത് തുടർന്ന് അങ്ങോട്ട് പോകാൻ ഇല്ലെങ്കിലും തുടങ്ങി വെച്ചതല്ലേ, അവസാനിപ്പിക്കൂല. ആരെന്ത് പറഞ്ഞാലും അവസാനിപ്പിക്കൂല എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. തുടർന്ന് അങ്ങോട്ട് പോകും തന്നെയാണ് വിചാരിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ഒന്നുകൂടി ഒരു ഇതായി. ഇപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന 2 മാസം മുന്നേ, ഇപ്പോൾ ഒരു 4 മാസം മുന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ പതുക്കെ പതുക്കെ ഇങ്ങനെ ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഇപ്പോൾ ഇതാ ഞാൻ കൈപ്പക്കൊക്കെ ഉപ്പേരി വെക്കാനും കൈപ്പക്ക അതാ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും എല്ലതും അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. മത്തി ഫ്രൈ ചെയ്ത് കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.